ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. കുളിച്ചൊരുങ്ങി ഒന്ന് അമ്പലത്തിൽ പോകുന്നു വിചാരിച്ചു കേട്ടോ. ഞാനായിട്ട് ലിപ് ബാം എടുത്ത് ചുണ്ടിലേക്ക് ഇട്ടതാണ്, അത് ഒടിഞ്ഞു പോയി. ഞാൻ ആരും അറിയാതെ അതിനെടുത്ത് തിരിച്ചതിനകത്ത് തന്നെ വെച്ച കേട്ടോ. ലിപ് ബാം ഒടിഞ്ഞത് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. എന്തായാലും അമ്പലത്തിലേക്ക് പോവാണല്ലോ, കുറച്ച് ഒരുങ്ങിയൊക്കെ അങ്ങ് പോയേക്കാം. ഇപ്പോഴും ഐലൈനർ എഴുതുമ്പോൾ ഈ തുമ്പത്ത് കൊണ്ടുവന്ന് ഒരു വര വരയ്ക്കും, അത്രേ ഉള്ളൂ കേട്ടോ. എനിക്ക് താഴെ എഴുതുന്നതാണ് ഒത്തിരി ഇഷ്ടം. ഇത് കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കി കുറച്ച് ഷോയൊക്കെ കഴിഞ്ഞ ശേഷം എഴുതിയാൽ ഒരു തുമ്മൽ, അത് മസ്റ്റാ. അങ്ങോട്ട് പോയാലും ലിപ്സ്റ്റിക് ഇടുന്നത്, ഈ വാച്ച് ഇടുന്നത് ഞാൻ ഒരിക്കലും മറക്കാറില്ല. എനിക്ക് സിമ്പിളായിട്ട് ഒരുങ്ങുന്നതാണ് കേട്ടോ ഇഷ്ടം. പിന്നെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് സിമ്പിളായിട്ട് പോകുന്നതാണല്ലോ. അമ്പലം കുറച്ച് പോവേണ്ടത് കൊണ്ട് തന്നെ ബസ്സിലാണ് പോകുന്നത്. ഈ കേട്ടത് അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. ബസ്സിൽ കയറിയപ്പോഴും അതിൽ നല്ല പാട്ടായിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ അമ്പലത്തിലേക്ക് എത്തി. ഇത് കഴക്കൂട്ടം ശ്രീ മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ. മഹാദേവൻ മാത്രമല്ല, മഹാവിഷ്ണു ഉണ്ട്, അയ്യപ്പനുണ്ട്, ശ്രീകൃഷ്ണനും ഗണപതിയും ഉണ്ട് കേട്ടോ ഈ അമ്പലത്തില്. ഇതെന്ത് കാരണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയെങ്കിൽ പറയണേ. എൻ്റെ റിസർച്ചൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് കിട്ടിയ കുറിയൊക്കെ തൊട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. വെയിലെന്നൊക്കെ പറഞ്ഞാൽ അസാധ്യ വെയിലാണ് കേട്ടോ. അരയോട്ടത്തെത്തിയപ്പോഴത്തേക്കും അയ്യപ്പനെ കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ. ഈ പൂ എന്താണെന്ന് എനിക്കറിയില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് സാധനം വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.